കാപ്പി ഇഷ്ടായോ? വാ. നീ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കന്നന്തിരിവിന് നിനക്ക് ന്യായീകരണം ഇല്ലാതെ കേട്ടോ. പക്ഷെ ഇന്ന് നീ നിന്റെ പെൻസിലിനോടും എൻ്റെ ബുക്കിനോടും ചെയ്തത് നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഐ ഹാവ് മൈ ഡിസഗ്രിമെന്റ്സ്. നീ പറയുന്നത് പോലെ അതൊക്കെ ഒരു സാധനങ്ങളല്ല. പെൻസിലെടുത്ത് ചെവി തോണ്ടുന്നു, പുസ്തകം മുഴുവൻ തുപ്പൽ തേച്ച് വയ്ക്കുന്നു. സോ ഡിസ്കസ്റ്റിംഗ്. കഴിവ് കൂടുതലൊക്കെ നല്ലതാ, പക്ഷെ അഹങ്കാരം ആവരുത്. നിലത്ത് ചവിട്ടി നിൽക്കണം. ഇത് എത്ര നേരം ഇന്നെങ്ങനെ തീരുക? കഴിഞ്ഞ എൻ്റെ കുഞ്ഞമ്മേ ഒന്ന് ക്ഷമിക്കുക. ഒരു പണിയൊന്നും അറിയാൻ പാടില്ല, വെറുതെ ആളാമനക്കെടുത്തത്. അവനെന്തേ കുഞ്ഞുമോൻ? ഇത് ഇപ്പം പുറത്തോട്ട് പോയി വെള്ളം എടുക്കാൻ വരും. ഇതെങ്ങനെയുണ്ട്? ഇതെൻ്റെ അങ്ങാരൊന്നുമല്ല, വെറുതെ അവൻ വന്നേക്കനാണ് മനുഷ്യനെ പറ്റിക്കാൻ. ഇത് പുള്ളി തന്നെയാണ്. ഇങ്ങനെ കുഞ്ഞമ്മനെ വിട്ടുപോയിട്ട് ഒരു 10-20 കൊല്ലമായില്ലേ? അതിൻ്റെ ഒരു വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? ഇനിയൊന്ന് നോക്കിയേ ഇല്ലേ? ഇത്തിരി വയസ്സായിട്ടുണ്ട്. ആ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെറുപ്പമാക്കി തരാം. മോനോട് ഇരിക്കുക, ഞാൻ കുറച്ച് കഞ്ഞെടുത്തുണ്ട്. ആ ലൂക്ക, നീ എന്തായി ചെയ്യുന്നത്? കണ്ടില്ലേ? എന്തേ? അതാ ചോദിച്ച ഒരു അറപ്പില്ലെന്ന്. എന്തിനു പടം വരയ്ക്കുന്നതിനാ? അതിനല്ല, ഈ പെൻസിലെടുത്ത് ചെവിയിൽ ഇങ്ങനെയൊക്കെ ആക്കാൻ. പെൻസിലല്ലേ ചെവിയുടെ ഏറ്റവും ബെസ്റ്റ്. ആ വട്സൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, മറ്റേ ഇയർ ഡ്രമൊക്കെ പൊട്ടിപ്പോവും. ഈ പെൻസിൽ വെച്ചാൽ നീ സ്കെച്ചൊക്കെ വരയ്ക്കുന്നത്, അതിനൊരു ഡിഗ്നിറ്റി ഇല്ലേ, ഒരു ഡിവൈനിറ്റി ഇല്ലേ? യു ഗോട്ട് റെസ്പെക്ട് ദാറ്റ്. നോ, അതിനിപ്പോൾ എന്താ, ഇതൊരു യൂസ് ആൻഡ് ത്രോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പം ഇതിൻ്റെ പോലെ തരുമ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തിക്കളയും, പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമ്പോൾ എറിഞ്ഞ് കളയും. അത്രേ ഉള്ളൂ. നത്തിങ് മോർ നത്തിങ് ലെസ്. തർക്കിക്കാനൊന്നും ഞാനില്ല, പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇതിന് കുറച്ചുകൂടി റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണം. എടോ, ഞാൻ ചെയ്യുന്നൊരു ആർട്ട് വർക്കിനെ റെസ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന പേന, പെൻസിൽ, ക്യാൻവാസ് ഇതിനെയൊക്കെ തൊട്ടുമുത്രം തലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, താൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ കണ്ടന്റിനാണ് വില, അല്ലാതെ പുസ്തകം ഇറ്റ്സെൽഫ് ഈസ് വർത്ത് നത്തിങ്. ഓഫ് കോഴ്സ് നോട്ട്. ഓരോ ബുക്കിനും അതിൻ്റെതായിട്ടുള്ള ദൈവികതയുണ്ട്. നീ കേട്ടില്ലേ, എ ബുക്ക് ക്യാൻ ഗിവ് യു എ ലൈഫ്, എ ബുക്ക് ക്യാൻ ടേക്ക് യുവർ ലൈഫ്. ഈ പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലാണ് ദൈവികത എന്ന് പറഞ്ഞത്? ഇതെന്തീ തുപ്പലൊക്കെ തേക്കണേ? തുപ്പലേജിലെ പുസ്തകത്തിന് പേജ് മറയ്ക്കാം. ഞങ്ങൾ തലമുറകളായിട്ട് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് പേജ് മറയ്ക്കുന്നത്, എൻ്റെ അപ്പ എങ്ങനെയാണ് പേജ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്, എൻ്റെ അപ്പയുടെ അപ്പ എങ്ങനെയാണ് മറച്ചുകൊണ്ടിരുന്നത്. നാളെ എനിക്ക് പിള്ളേരുണ്ടായാലും ആ ഒരക്ഷരം പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് തുപ്പലോട്ട് പേജ് മറക്കുന്നത്. ആണല്ലോ, വെറുതെ അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എവല്യൂഷൻ കേട്ടിട്ടോ, അത് സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ കുടുംബത്തില്. ഇങ്ങനെയൊക്കെ. അപ്പൊ എവല്യൂഷൻ സംഭവിച്ചാൽ വായ തുപ്പലൊക്കെ പറ്റിപ്പോകും. അല്ല, തുപ്പൽ എന്നോട്ടാ മോശപ്പെട്ട കാര്യമായത്. പൊള്ളിയെ പോലും തുപ്പലല്ലേ തേക്കുന്നത്. തുപ്പലിനെന്താ കുഴപ്പം? തുപ്പലിനെന്താ കുഴപ്പം? ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ, തന്നെ വീണാണ്. ഞാൻ രക്ഷിക്കാം. കൈതാ കൈതാ. ഈ വെള്ള തുപ്പലിനത്ര കേടല്ലേ? പാമ്പായിരിക്കുള്ളൂ. പേരും മുഖവും ഒന്നും ഓർമ്മയില്ലാത്ത കുറെ കുട്ടികളുടെ കൂടെ കാൽക്കട്ടയിലെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാ എനിക്ക് ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ള ആകെയുള്ളൊരു വേഗ് മെമ്മറി. അവിടെ എവിടെയോ ബ്രേക്ക് ഡൗണായി കിടന്നിരുന്നൊരു വണ്ടി പെട്ടെന്ന് ഇങ്ങനെ റീസ്റ്റാർട്ടായ പോലൊരു ഫീൽ. താങ്ക് യു. വെൽക്കം. സാറേ, അത്താഴ റെഡി ആയിട്ടുണ്ട്. എടുത്തു വെച്ചോ. വേണ്ട ചേച്ചി. ഇങ്ങനെയാണ് നമുക്ക് ഇതും വേണ്ടെന്ന് വയ്ക്കാം ഫാത്തിമ. നാളെ മുതൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഞാൻ എന്ത് ചെയ്തിട്ട് അക്ബർ? ചേച്ചി എൻ്റെ റൂമിലെ ആ ജനലോ നിറച്ചാറ്. ഫാത്തിമ, നീ ആളാകെ മാറിപ്പോയി. നമ്മൾ ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളെ പോലെയല്ലേ പിരിയാൻ തീരുമാനിച്ചത്? നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പേപ്പേഴ്സ് ഫയൽ ചെയ്യാൻ കൊടുത്തതും. പക്ഷേ അന്ന് മുതൽ നീ വേറെ ആരോ ആണ്. ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് എത്ര ദിവസമായി ഫാത്തിമ? ഞാൻ ഒരു കാര്യവും നിന്നോട് മറച്ചു വെച്ചിട്ടില്ല. നിക്കാഹിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും കൂടെ കൂടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്നും.
നിന്നെ ഇതിലേക്ക് വലിച്ചിട്ടതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിരിയണമെന്ന് ഞാൻ പറഞ്ഞത് തന്നെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. എൻ്റെ നല്ലതിനോ? ആത്മാർത്ഥമായിട്ട് പറയാമോ അക്ബർ ചെയ്യുന്നതൊക്കെ എൻ്റെ നല്ലതിനാന്ന്? ഞാൻ ആ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്തത് അക്ബറിനെ ഓർത്തിട്ട, അക്ബറിനെ കരുതി മാത്രം. പറഞ്ഞത് ശരിയാ, അക്ബർ എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. നിക്കാ ഒരു പരീക്ഷണമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്. അപ്പോഴൊക്കെ അക്ബറിനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അക്ബർ ഇതിന് തയ്യാറല്ല, അതിന് താല്പര്യവുമില്ല. ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയല്ലേ പേഴ്സിലെ ആ ഫോട്ടോയും ആ പൂച്ചയും ഒക്കെ കൂടെ കൊണ്ടു കിടക്കുന്നത്. അക്ബറിന് ആ ഓർമ്മകളിൽ മാത്രമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഞാനിവിടെ ഉള്ളത് അക്ബറിനൊരു പെയിനാണ്. അതുകൊണ്ട് ഈ ഡിവോഴ്സ് അക്ബർ എനിക്ക് ചെയ്യുന്ന ഹെൽപ്പല്ല, ഞാൻ അക്ബറിന് ചെയ്യുന്ന സഹായമാണ്. ആ ഹലോ ഷി. സാറേ, ആ 3 സാഹിബിൾറ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. അതിന്റെ MD ഇന്ന് രാത്രി കൂടി സിറ്റിയിലുണ്ട്. നാളെ ഏർലി മോർണിംഗ് ആളെ ദുബൈക്ക് പോകും. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചെത്തുള്ളൂ എന്നാ പറഞ്ഞു. അവരുടെ ഓഫീസിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസം. അത്യാവശ്യം ആണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കാണാമെന്നും പറഞ്ഞു. ഇന്ന് തന്നെ ഉണ്ടേക്കാം. ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാവാം. ഓക്കെ. നീ എന്നെ വന്നൊന്ന് പിക്ക് ചെയ്യണം. ആ ഓക്കെ സാർ. ഓക്കെ, ശരി. മാത്യു ആണ്, കർണാടക പോലീസിലെ. ലൗഡ് സ്പീക്കറിലിട്ട്. ഹലോ ഹലോ ഷി. നീ വൈകിട്ട് പറഞ്ഞ കേസ് ഞാൻ അന്വേഷിച്ചു. അത് സൂയിസൈഡ് തന്നെ. കുട്ടിയുടെ അമ്മ കാലത്ത് റൂമിൽ ചെന്നപ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. എന്നാൽ സ്റ്റേറ്റ്മെന്റ് സെഡേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് പോയിസണാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. പോയിസൺ പറ്റിയ ഷാളും പോയിസൻ്റെ ഒരു ബോട്ടിലും സ്പോട്ടിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വേറെ സസ്പീഷ്യസ് ആയിട്ട് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ കുട്ടിയുടെ മദറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അൺയൂഷ്വലായിട്ടൊന്നുമില്ല. കൊച്ചിയിൽ നിന്ന് റിസർച്ചിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ബാംഗ്ലൂർ എത്തിയത്. വന്നു കഴിഞ്ഞ് വല്ലാതെ ഡൗൺ ആയിരുന്നു. 1-2 വട്ടം പുറത്തു പോയതല്ലാതെ ആള് മുറി വിട്ടെവിടെയും പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ആ കുട്ടിയുടെ അങ്കിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. നിഹാരികയുടെ അമ്മ ആവശ്യപ്പെട്ടിട്ട് അയാൾ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് ബാംഗ്ലൂർ എത്തിയതാണ്. കൊച്ചിയിൽ വെച്ച് നിഹാരിയയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായി അയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് അധികം താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ആ ആംഗിളിലൊന്നും കൂടുതൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. കേസ് ഈസ് കൈൻഡ് ഓഫ് ക്ലോസ്ഡ്. ഓക്കെ മാത്യു, തൽക്കാലം ഇത്രയും മതി. ശരി. നിഹാരിക മരിക്കുന്ന ദിവസം JP ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ അയാളത് പറഞ്ഞില്ലല്ലോ. അയാളെ കണ്ടുവന്നത് മുതൽ സാറിനൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറയാം, നീ വണ്ടി എടുക്ക. അപ്പോൾ ഈ ലൂക്കയെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഓഫീസർ, നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ആ പടങ്ങൾ വരച്ചയാളുടെ പേര് ലൂക്ക എന്നാണെന്ന് തന്നെ ഞാൻ അറിയുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ടീമിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ആ പ്രോജക്റ്റ്. ആക്ച്വലി ആ പെയിൻറ്റിങ് ഞങ്ങൾക്ക് റീതിങ്ക് ചെയ്യാനൊരു അവസരം തന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ന്യൂസൊക്കെ നിങ്ങളും കണ്ടു കാണും. ഇപ്പം ഞങ്ങളുടെ വാൾ സിറ്റിയിലെ ഒരു അട്രാക്ഷനാണ്. അപ്പോൾ അതാരാ ചെയ്തതെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അഷഫെ, ഈ ബാഗൊന്ന് താഴ്ത്തിക്ക് വയ്ക്കും. ഓക്കെ മാം. യെസ്, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഹാഡ് ബിക്കം എ ടോക്കിംഗ് പോയിന്റ്. ആൻഡ് ആസ് ഐ സെഡ്, മിസ്റ്റേക്ക് ഞങ്ങളുടേതായതുകൊണ്ട് അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈവിൾ ഇൻറ്റൻഷൻസ് ഉള്ള ഒരു ഫേമൊന്നും അല്ല ഞങ്ങളുടേത്. ഫെയർ ഡീൽസ് മാത്രം ചെയ്യുന്ന, അത്യാവശ്യം സോഷ്യൽ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. വീവ് ബീൻ ഫീച്ചേർഡ് ഇൻ മീഡിയ മെനി ടൈംസ്. മിസ് സായ്പ്രിയ ഇന്ന് പോയാൽ ഇനി എന്നാണ് തിരിച്ച്? മാം, ഇത് ജയപ്രകാശ് അല്ലേ? അതെ. ജയപ്രകാശിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം? JP is a good friend of mine and a well-wisher of Seaside. JP ഒരുപാട് കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. When his sister was getting settled down. അന്ന് മുതലുള്ള പരിചയമാണ്. നിങ്ങളും ബാംഗ്ലൂരിൽ നിന്നാണല്ലേ?
അതെ, ഞാൻ മിക്കവാറും അവിടെയാണ്. ഇവിടുത്തെ കാര്യങ്ങളുടെ ഇൻചാർജ് എൻ്റെ ഒരു പാർട്ട്ണറാണ്. അങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ പോലും ഉണ്ടാവുന്നത്. ആ പാർട്ട്ണർ JP ആണോ? ഏയ് നെവർ. ഹീ ഈസ് ജസ്റ്റ് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് എ വെൽ വിഷർ. ദാറ്റ്സ് ഓൾ. ഓക്കെ മിസ് സായിപ്രിയ, താങ്ക് യു ഫോർ യുവർ ടൈം. ആ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ സോറി. നോ വറീസ് അറ്റ് ഓൾ. ഞാനിന്ന് പോയാൽ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഇപ്പോഴേ കാണാമെന്ന് പറഞ്ഞത്. ഓക്കെ. ഇതിലുണ്ടല്ലോ സാറേ ഒരു JP കണക്ഷൻ. ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും അല്ലടായത്. സേർട്ടാണോ എനിക്ക്? വേണ്ട. നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒരിക്കൽ മോൾ അഡോപ്റ്റ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ ജയറാം സാർ എന്നോട് പറഞ്ഞു, ഈ രക്തബന്ധത്തിലൊന്നും വലിയ കാര്യമില്ലടാ. സാറിന്ന് വായിച്ച ഡയറിയിലെ കാര്യങ്ങളും നമ്മളെ സ്റ്റേഷനിൽ വരുന്ന കേസുകളൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നണേ. ഉള്ളതാ സാറേ. എൻ്റെ മോൾ എൻ്റെ ജീവിതത്തിൽ വന്നത് മുതൽ ഈ നിമിഷം വരെ അവളുടെ മുഖമൊന്ന് പാടിയ, അവളെ കണ്ണൊന്നും നിറഞ്ഞ വല്ലാത്തൊരു പരവേശം ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ വേദനിച്ചിട്ടാണോ അതോ പേടിച്ചിട്ടാണോ അതുമല്ല ഇനി മറ്റു വല്ലതാണോന്നൊന്നും അറിയാത്തോണ്ടുള്ളൊരു ആങ്സൈറ്റി. പിന്നെ എങ്ങനെയാ സാറേ ഈ രക്തബന്ധത്തിലുള്ളവർക്കൊക്കെ ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റണേ? അങ്ങനെ പറ്റിയ തന്നെ അത് അച്ഛനമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ? സാർ ഈ JP എഴുതി കൂട്ടുന്നൊക്കെ വായിച്ചിട്ടുണ്ടാ? സാമൂഹ്യ പ്രതിബദ്ധത മായി. അത്രേ ഉള്ളൂ അയാള്. നീ വാ. അപ്പൊ നാളെ അയാളങ്ങ് പൊക്കിയാലോ സാറേ? ആ കലിപ്പങ്ങ് തീർന്നില്ലല്ലേ? പൊക്കാറായിട്ടില്ല. ആ ഡയറിയുടെ ബാക്കിയൂടി വായിച്ചു കഴിയുമ്പോൾ പുതിയ കഥാപാത്രങ്ങളുണ്ടെങ്കിലോ. ഏതായാലും അയാളെ ഒന്നോടെ ഒന്ന് കാണണം. തൽക്കാലം നീ വിട്ടു. ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ലൂക്ക, എല്ലാവരും നിന്നെപ്പോലെ ഒരു തുറന്ന പുസ്തകമാണെന്ന് എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതങ്ങ് മാറ്റണം. ഞാൻ എൻ്റെ പ്രൈവസി ഒത്തിരി വാല്യൂ ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ ഉൾപ്പെടെ ആരും അതിൽ തലയിടാൻ നോക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈ ഡയറി എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ? അത് കയറി വായിച്ചതും പോരാ, ചോദിച്ചപ്പോൾ ഒരു ചളുപ്പ് പോലും നിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. നന്നായി കൂടെ? മാറ് മാറ്. ഇല്ലില്ല, കൈമുറി ഞാൻ എടുക്കാം. ഇല്ല കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. മാറ്, ഞാൻ എടുക്കാം. കൈമുറി മാറ്. നീ എപ്പോഴാ വന്നേ? ഞാൻ ഉറങ്ങിപ്പോയി, എനിക്ക് കുറെ പണിയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഡോർ തുറന്നെടുക്കായിരുന്നു. നമ്മുടെ സൂരജിന്റെയും ടീമിന്റെയും ബാൻഡിന്റെ ഒരു പ്രാക്ടീസ് സെഷനും പെർഫോമൻസ് ഉണ്ട്. അത് പറയാൻ വന്നാ. ഫ്രീ ആണെങ്കിൽ നീ വാ. എപ്പോഴാ? ഇറങ്ങാണെങ്കിൽ ഇപ്പൊ ഇറങ്ങണം. ഓക്കെ. എന്ത് പേരാണ് എന്റെ ബാൻഡിന്? അവരെ പൊളി പിള്ളേരാണല്ലേ, പാട്ടൊക്കെ പാടി ഇങ്ങനെ കറങ്ങി നടക്കും. തനി ചിരിച്ചില്ലേ? അവരുടെ വീട് എവിടെയാ? അതിൽ നമ്മുടെ ബർത്ത്ഡേ ബോയ് അല്ലേ റോഹൻ, അവനൊഴിച്ച് ബാക്കി എല്ലാവരും ഒരു ഓർഫനേജിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങാൻ സമയത്ത് നമ്മുടെ ശിവനാശാനാണ് എൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നത്.
അവന്മാരെ നല്ല കഴിവുള്ള പിള്ളേരാ. ഇപ്പൊ ദേ നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. ദേ പോവാണ് അടുത്ത ആഴ്ച ഒരു സൗത്ത് ഇന്ത്യൻ ടൂർ. ആണോ? ആ എനിക്കെന്തോ റോഹൻ അത്രയ്ക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നി. ആളൊരു കിളിപോയ ഐറ്റമാണെന്നേ ഉള്ളൂ. പക്ഷെ അവൻ പ്രശ്നക്കാരനൊന്നുമല്ല. അവനുണ്ട് ഇതുപോലൊരു ബ്രോക്കൺ ഫാമിലി സ്റ്റോറി, ഒരു ട്രാജഡി. അതെ, കീയുടെ സംഭവം എന്താ? അയാളുടെ കഴുത്തി കിടന്ന അത് നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ വീടിന്റെ കീ അത്. ഓ ഇടയ്ക്കിടയ്ക്ക് വന്നു പറഞ്ഞ അവരെല്ലാം കൊടുത്തതാ. പക്ഷെ കീ കിട്ടുന്നവരെ വല്ലപ്പോഴും വന്നോണ്ടിരുന്ന കൊടുത്തതിന് ശേഷം പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. അതെ അതെ, നീ ഒന്ന് എൻ്റെ റൂമിലേക്ക് വന്നേ, ഒരു പണിയുണ്ട്. ശരിക്കും ഞാൻ ഈ വിളി എപ്പോ വരും ചോദിച്ചിരിക്കുന്നു. വാ. അയ്യടാ, ഇതൊന്നുമല്ല. വേറെന്ത് പണിയാ? ദേ വല്ല അടുക്കിപ്പുറത്ത് വല്ലതാണെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പേടിക്കണ്ട, അത്ര സമയം എടുക്കില്ല. എന്ത് പണിയാ? വാ പറയാം. ചുമ്മാ പറ. നീ ഇന്ന് എൻ്റെ ഡയറി വായിച്ചോ? വായിച്ചു, പക്ഷെ കുറച്ചേ വായിക്കാൻ പറ്റുള്ളൂ. ഉച്ച അടി വെച്ച് തരും. ഈ ഡയറി എന്നൊക്കെ പറയുന്ന ഒരാളുടെ പേഴ്സണൽസ് ആണ്, അതിൽ കയറി തലയിടാൻ വരത്തില്ല. മേലല്ലോ ആവർത്തിക്കും. ശരി, വായിക്കുന്നില്ല പോരെ. നമ്മൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ആണ്, ഒരുവിധം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷേ ഡയറി എന്ന് പറയുന്നത് ആ കൊടുത്തിപ്പെട്ട സാധനമല്ല. ഞാൻ ഒരു ഡയറി നിനക്ക് തരും, അത് വായിക്കാനുള്ളൊരു പാകതയും പക്വതയൊക്കെ നിനക്കായിന്ന് എനിക്ക് തോന്നുന്നു. നീ പറഞ്ഞത് ശരിക്കും പറഞ്ഞാണോ? എന്ത്? എല്ലാം ഷെയർ ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ആയിന്ന് ആണെങ്കിൽ ഞാനിന്നിവിടെ കിടക്കാൻ പോവാം. എനിക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ആണോ? വാ 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 ബാ വാ. ബാ. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞു? ഇല്ല, ഉറക്കം പോയി. മനസ്സിലായില്ല. പോയൊരു 1 തൊട്ട് 100 വരെ എണ്ണിയാൽ മതി. പോയി ഉറക്കം തിരിച്ചു വരും. ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി. പീസ്. പീസ്. അതെ, ഗുഡ് നൈറ്റ്. മോളെ കുഞ്ഞിനെന്തോ പറ്റി? എന്താ? കുഞ്ഞിന് വയ്യ വയ്യ, ഒന്ന് നോക്കി. വാ. അയ്യോ, ലൂക്ക, എന്തു പറ്റി? ലൂക്ക, എന്താ? എന്ത് പറ്റിയെന്ന് അറിയില്ല കുഞ്ഞ്, പെട്ടെന്ന് ബോധം പോയി. ഞാനിപ്പോ ദേ വെള്ളം മുഖത്തൊക്കെ തളിച്ചാ എഴുന്നേപ്പിച്ചത്. എന്തു പറ്റി? ഞങ്ങള് കയറി വരുമ്പോ കുഞ്ഞ് സൈക്കിൾ എടുത്തോണ്ട് പുറത്തേക്ക് പോയി. എന്താ പറ്റിയ? ഒരു 10 മിനിറ്റ് ആയി കാണും. ഞാൻ ദേ ചെടി നടിച്ചോണ്ടിരിക്കുന്നു. ആകപ്പാട് വെപ്രാളപ്പെട്ട് തിരിച്ചു വന്നു. സൈക്കിളോട് വെച്ചു, ബോധം കെട്ടു വീണു. എന്തു പറ്റി? What happened? Are you okay? ഗ്രൗണ്ടിനടുത്തുള്ള മരത്തില് ഒരാള് തൂങ്ങി നിൽക്ക, നാക്കൊക്കെ പുറത്തു വന്ന്, ചുറ്റും കുറെ ആൾക്കാർ. കുഞ്ഞുറങ്ങിയ മോളെ? ഇതിപ്പോൾ പലതവണയായി. കുഞ്ഞിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ശിവനാശൻ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയത്. ചേച്ചിയുടെ കയ്യിൽ ശിവനാശന്റെ നമ്പർ ഉണ്ടാവോ? നമ്പർ വിളിച്ചാൽ കിട്ടുമോന്നറിയില്ല. നമ്പറുണ്ട്, തരാം. നെക്രോഫോബിയ എന്നത് മരണത്തോടുള്ള അല്ലെങ്കിൽ മരണത്തെ സൂചിപ്പിക്കുന്ന വസ്തുക്കളോടുള്ള, അതായത് ഫ്യൂണറൽസ്, കല്ലറകൾ, കോഫിൻസ്, ശവശരീരങ്ങൾ, ഇവയൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അകാരണമായ ഭയം. സാധാരണ നമുക്കൊക്കെ തോന്നുന്ന പേടിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എക്സ്ട്രീം കണ്ടീഷനാണ് ഈ ഫോബിയ. ലൂക്കയ്ക്കുണ്ടായതുപോലെ ചിലപ്പോൾ അൺകോൺഷ്യസ് ആവാം, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നാം, പാനിക് അറ്റാക്സ് വരാം. ഇതിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിക്കലാണ്, അല്ലെങ്കിൽ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കലാണ് ഏറ്റവും ബേസിക്കലായ ട്രീറ്റ്മെൻറ്റ്സിൽ ഒന്ന്. അവനെ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയും കുറിയൊക്കെ പഠിപ്പിച്ചത്. കലയിലുള്ള അവൻ്റെ ഒരു എക്സ്ട്രീം ഇൻട്രസ്റ്റ് സത്യത്തിൽ അവനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. കലകളാണ് മനുഷ്യ മനസ്സിന് ഏറ്റവും നല്ല തെറാപ്പി. ദാറ്റ്സ് സയന്റിഫിക്കലി പ്രൂവൺ. ലൂക്കയുടെ കാര്യത്തിൽ നമ്മൾ അതാ ചെയ്തത്. ഒന്ന് റിക്കവറായി എന്ന് തോന്നിയപ്പോഴാണ് അമ്മയുടെ മരണം. അയാളിപ്പോൾ ആക്ച്വലി നെക്രോഫോബിക് മാത്രമല്ല, തനാറ്റോഫോബിയ എന്ന കണ്ടീഷൻ കൂടിയുണ്ട്. ഡെത്ത് ആങ്സൈറ്റി, മരണഭയം എന്നൊക്കെ പറയില്ലേ. അമ്മയുടെ മരണം കൂടി ആയപ്പോൾ
അയാളുടെ അടുത്ത് എവിടെയോ മരണം ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നൽ. ഈ കണ്ടീഷൻ ഇൻക്യൂറബിൾ ഒന്നുമല്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിന്റെ പേടികളെ ഞാനും പേടിച്ചു തുടങ്ങിയിരുന്നു ലൂക്ക. ഐ വിഷ് യു ഡിഡ്ന്റ് ഹാവ് ടു ഗോ ത്രൂ ദിസ്. ലൂക്ക, നീ ഇന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി. ഞാൻ എൻ്റെ അമ്മയോട് പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ് നീ ഇന്ന് അവിടെ വിളിച്ചു കൂവിയത്. എനിക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ ലൂക്ക? എടോ, താൻ പോയി വണ്ടി എടുത്തിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ തിയേറ്ററിൻ്റെ അവിടെ ഇടാന്ന്. അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഓ, സിനിമ കാണാനും കാശ് കൊടുക്കണം, പാർക്കിങ്ങിനും കാശ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കുന്നില്ല. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉള്ളത് വെറുതെ അവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. 5 രൂപയായിരുന്നു പാർക്കിംഗ് ഫീ. 10 സിനിമയുടെ രൂപ 50 പോയില്ലേ? നമ്മളിന്ന് ഒരു സിനിമയിലേ കണ്ടുള്ളൂ. ഇനിയും കാണുമല്ലോ. എടോ, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് വിശക്കുന്നു. അതാണോ പ്രശ്നം? എന്താ വിശപ്പല്ലേ പ്രശ്നം? ഫ്രീ ഫുഡ്. ഇതെന്ത് സ്ഥലം ഇത്? പറഞ്ഞിട്ട് പോടും. എന്താടോ ഇത്, വല്ല കല്യാണ പാർട്ടിയാ? എന്ത് പാർട്ടിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ എപ്പോ വന്നാലും എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവും. ഫ്രീ ഫുഡും കിട്ടും, കള്ളം കിട്ടും. കഴിക്കുക, ചിരിച്ച് കളിക്കുക, പോവുക. എന്തായാലും അതൊരു ബോറടപാടല്ലേ. ഞാൻ ഫുഡ് എടുത്തിട്ട് 2 പേർക്കുള്ള ഫുഡ്. കഴിച്ചു. ഇവർക്ക് ഫ്രൈ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ നമ്മൾ ചോദിക്കണൊന്നും കിട്ടുമൊന്നുമില്ല. ഇവിടെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഓക്കെ, തരക്കേടില്ലാത്ത ഭക്ഷണമാണ്. എടോ, അങ്കിൾ അവിടെ നിൽക്കുന്നു. എന്ത് ചെയ്യും? അതിൻ്റെ വേണ്ട. എടോ, ഇങ്ങോട്ടേക്ക് വരുന്നു. നേഹ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, ഒറ്റയ്ക്ക്. ഇല്ല സാറില്ല, ഞാൻ പോയിട്ട് വരാം. എടി, നീ എന്താ ഈ കാണിക്കണേ? ആ ചേട്ടാടെ കൂടെയാണ് താമസം. അങ്കിളുടെ വീടിനെക്കാളും സേഫാണ് ഞാനവിടെ. ഒരു ബഗ്. ഞാൻ നിന്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ, പറഞ്ഞൂടായിരുന്നോ? ഞാനും കൂടാൻ ചില കാര്യങ്ങൾ പറയാൻ. നീ ഒന്നും പറയില്ല. അതങ്കിളിന് തോന്നുന്നതാ. എനിക്കിപ്പോ നിങ്ങളെ പേടിയൊന്നുമില്ല, പുച്ഛമാണ്. നീ അവനോടെല്ലാം പറഞ്ഞെങ്കിൽ തൊട്ടു പോരുത്. കുടുംബകാര്യം താൻ കൊണ്ട് പറയിപ്പിക്കരുത്. മാമനൊരു കാര്യം മനസ്സിലാക്കിയിട്ട്, ഇവള് തന്റെ പഴയ പെങ്കോച്ചല്ല, തൊടാനും തലോടാനും. അറിയട്ടെ, എല്ലാരും അറിയട്ടെ, ഞങ്ങളെ തനിക്കോണം. ഇവള് മാത്രമുള്ളായിരുന്നു, അത് വേറെയും പിള്ളേരുണ്ടായിരുന്നു തനിക്ക് മാമൻ കളിക്കാൻ. വീട്ടില് കുട്ടികളുടെ ഇയാളുടെ മുഖം ശരിക്കും നോക്കി വെച്ചു. വീട്ടിൽ കയറ്റാൻ കൊള്ളതായിട്ടോ? ലൂക്ക, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എവ്രിബഡി ഈസ് നോട്ട് എ ബ്ലഡി ഓപ്പൺ ബുക്ക് ലൈക്ക് യു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യം നീ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പോകിയത്. എനിക്കറിയാം എനിക്കത് എത്ര ഡിസ്റ്റർബിംഗ് ആണെന്ന്.
നേഹ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് ചിലപ്പോൾ അയാളോട് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടാവും, സാധാരണ പോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും അയാളോട് അങ്ങനെ തന്നെ പെരുമാറണമെന്ന് ഈ വാശി പിടിക്കാൻ പാടില്ല. നീ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അയക്കട്ടെ രണ്ടെണ്ണം പൊട്ടിച്ചേനെ. ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അവിടെയുള്ള ആൾക്കാർ നിന്നെപ്പറ്റി എന്ത് ചിന്തിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല. നമ്മളവിടെ ചെന്ന സമയം മുതൽ അയാൾ നിന്നെ നോക്കിക്കൊണ്ടിരുന്ന രീതി നീ കണ്ടോ? ഞാൻ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാളെന്നല്ല, ലോകത്ത് മറ്റൊരാളും നിന്നെ അങ്ങനെ നോക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എനിക്കറിയാം നീ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവില്ല. നിന്റെ റിസർച്ച് തേങ്ങ കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പെട്ടിങ്ങിടക്കൊക്കെ എടുത്ത് പോവും. പക്ഷെ ഇപ്പോ നീ എനിക്ക് എൻ്റെ ആരൊക്കെയോ ആണ്.